ഇപ്പോൾ വെങ്ങാനൂരിലെ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ വെങ്ങാനൂരിൽ നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. എന്ത് പ്രതിഭാസമാണ് പ്രതീഷ്? ഗുഡ് മോർണിംഗ്. ഐസ്കെയിൻ, തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും നാശനഷ്ടമുണ്ട്. ഈ കനത്ത മഴയെ തുടർന്നാണ് തിരുവനന്തപുരം വെങ്ങാനൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ കിണർ ഇടിഞ്ഞു താഴ്ന്ന ഈ സ്ഥലത്താണ്. വെങ്ങാനൂർ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത്. ഈ നേരത്തെ കിണറിന്റെ മുകൾ ഭാഗം ചെറുതായി ഇടിഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ പെയ്ത ശക്തമായ മഴയിലാണ് ഈ കിണർ പൂർണ്ണമായും ഈ താഴേക്ക് നിലം പതിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വെങ്ങാനൂർ ബാലരാമപുരം റോഡിനോട് ചേർന്നാണ് ഈ കിണർ ഉള്ളത്. ഈ നിരവധി ആളുകൾ കുടിവെള്ളം എടുക്കുന്ന ഒരു കിണർ കൂടിയാണ്, പൊതു കിണറാണ്. ഈ കിണറാണ് ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ താഴേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. പുലർച്ചെ ഒരു 5:30 കൂടിയാണ് ഈ കിണർ ഇടിഞ്ഞു താഴ്ന്നത് എന്നതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പമ്പ് സെറ്റുകളുള്ള കിണർ കൂടിയാണ്. ഈ വെങ്ങാനൂർ മേഖലയിലുള്ള നിരവധി കുടുംബങ്ങൾ ഈ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന ഒരു കിണർ കൂടിയായിരുന്നു. ആ കിണറാണ് പൂർണ്ണമായും ഈ താഴേക്ക് നിലം പൊത്തിയിട്ടുള്ളത്. അത്രയ്ക്ക് ശക്തമായ ഒരു മഴയായിരുന്നു ഇന്നലെ വെങ്ങാനൂർ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ രാത്രി 8-9 മണിക്കാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. ഫയർ സർവീസ് വന്ന് ഇത് കെട്ടി, ഞാൻ ഇത് കൊടി വെച്ച് കെട്ടി. ഇവിടെ സർക്കാരിന് പൈസ ചെലവാക്കാറുണ്ട്, ഇതിനെ ചെലവാക്കാൻ ആളില്ല. നേരത്തെ ഇടിഞ്ഞിരുന്നതാണ്? നേരത്തെ ഇടിഞ്ഞ പത്രത്തിൽ കൊടുത്തതാണ്. ഇത് 60 കൊല്ലത്തെ പരിചയമുണ്ട്. നല്ല എന്തുമാത്രം ജനങ്ങൾ വെള്ളം കുടിക്കണം, വെള്ളമെന്നറിയാമോ? ജനങ്ങൾക്ക് ഇത് കൊടുക്കണ്ടേ, ഉപാചപ്പെടണ്ടേ? കുടിവെള്ളം എടുത്തോണ്ട് കുടിവെള്ളം എല്ലാവരും ഇവിടുന്ന് തന്നെ എടുക്കണം. എല്ലാ കടക്കാരും ഇവിടുന്ന് തന്നെ എടുത്ത് കുടിക്കണത്. ഇന്നലെയാണോ ഈ ഫയർഫോഴ്സ് വന്നാണോ ഇത്? ഫയർഫോഴ്സിന് രാവിലെയാണ് വന്നത്. പൂർണ്ണമായിട്ടും ഇന്നലെ തന്നെ ഇടിഞ്ഞു താഴ്ന്നു. ഇന്നലെ തന്നെ ഇടിഞ്ഞു താഴ്ന്നു. ഏറ്റവും മഴയായിരുന്നു, മൊത്തം അങ്ങ് പോയി. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കുടിവെള്ള ടാങ്ക് ഉൾപ്പെടെ ഇതിന് സമീപത്ത് ഉണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ടാങ്ക് ഉൾപ്പെടെ നിർമ്മിച്ചതെന്നുള്ള ഒരു ബോർഡൊക്കെ തന്നെയുണ്ട്. ആ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴ്ന്നിട്ടുള്ളത്. ഫയർഫോഴ്സ് എത്തി ഇന്നലെ ഇവിടെ പരിശോധിച്ച് മടങ്ങിയിരുന്നു. ഈ പ്രദേശത്തേക്ക്, ഈ കിണറിന് അടുത്തേക്ക് ആരും പോകരുതെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ഫയർഫോഴ്സും നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.